അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്ന ഇടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. 2000 വർഷത്തെ പഴക്കമുള്ള തോൽപ്പാവക്കൂത്തിൽ വിപ്ലവം തീർത്ത് ഷൊർണൂരിലെ 10 അംഗ പെൺസംഘം 3 വർഷത്തിനിടെ കീഴടക്കിയത് 50ഓളം വേദികൾ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഷൊർണൂർ കൂനത്തറയിലെ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രത്തിന് കീഴിലുള്ള 10 അംഗ പെൺസംഘം നിശബ്ദ വിപ്ലവം സൃഷ്ടിക്കുന്നു. 2000 വർഷത്തെ പാരമ്പര്യമുള്ള പുരുഷാധിപത്യം നിലനിന്നിരുന്ന തോൽപ്പാവക്കൂത്ത് എന്ന ക്ഷേത്രകലയിൽ സ്ത്രീ മുന്നേറ്റത്തിന്റെ പുതിയ ചരിത്രമാണിവർ രചിക്കുന്നത്. 3 വർഷത്തിനിടെ 50ഓളം വേദികളിൽ പെൺപാവക്കൂത്ത് അവതരിപ്പിച്ച് ഇവർ ശ്രദ്ധേയരായി കഴിഞ്ഞു. വിശ്വാമിത്ര മനുഷ്യരുടെ യാഗം മുടക്കുവാൻ വന്ന് മാരീചനാണ് മാൽവേഷത്തിൽ വന്നിരിക്കുന്നത്. ഈ മാൽവേട്ട നമുക്ക് ഉപേക്ഷിക്കാം ജ്യേഷ്ഠ. സീതയുടെ അനിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നതുവരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. രചിത രാമചന്ദ്ര പുലവർ, അശ്വതി രാജീവ്, രാജലക്ഷ്മി, ലതിക, സന്ധ്യ, നിത്യ, നിവേദ്യ, ഗൗരി എന്നിവരടങ്ങുന്ന സംഘമാണ് തിരശീലയ്ക്ക് പിന്നിലെ നിഴൽ വെളിച്ചത്തിൽ വിസ്മയം തീർക്കുന്നത്. ആദ്യമായി സ്ത്രീകൾ ഈ രംഗത്ത് കടന്നു വരുന്നത് പാവനിർമ്മാണ രംഗത്തിലായിരുന്നു. പിന്നീടാണ് ഒരു ആശയം വരികയുണ്ടായി, എന്തുകൊണ്ട് നമ്മൾ പാവനിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങിക്കൂടണം, നമ്മൾ അവതരണ രീതിയിലും കൂടെ നമുക്ക് വരാമല്ലോ എന്നൊരു ആശയം കൂടെ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ അവതരണ രംഗത്തും വന്നു. അങ്ങനെ ഞങ്ങൾ ഒട്ടനവധി കഥകളാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തു വരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ സ്ത്രീ ശാക്തീകരണം എന്നൊരു പാവനാടകമാണ് ആദ്യമായി ചെയ്തു വന്നിരുന്നത്. പിന്നീട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ അമ്പലങ്ങളിൽ വന്ന് പെർഫോം ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് കമ്പരാമായണം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മഹാഭാരതം ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഞങ്ങളോട് ചോദിക്കുകയും അപ്പൊ ഞങ്ങൾ അതിനും റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്മശ്രീ രാമചന്ദ്ര അദ്ദേഹത്തിനോട് ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരികയും അങ്ങനെ ഞങ്ങൾ ആ കമ്പരാമായണം, മഹാഭാരതം എന്നീ കഥകളും കൂടെ ഞങ്ങൾ അമ്പലവേദികളിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്കുള്ള ഒറ്റൊരു ഇതേയുള്ളൂ, കേരള സർക്കാരിന്റെയും അതേപോലെ ദേവസ്വം ബോർഡ് അവர்களോടും ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് കൂത്തുമാടത്തിൽ കൂടെ ഒരു സ്ത്രീകളുടെ പ്രവേശനം വേണമെന്നാണ് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം. അതിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് അതിലൊരു അനുവാദം തരികയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. രാമായണം മുതൽ സമകാലിക വിഷയങ്ങൾ വരെ ഇവരുടെ പാവക്കൂത്തിന് പ്രമേയമാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ സമം പദ്ധതിക്ക് വേണ്ടിയാണ് ഈ കൂട്ടായ്മ ആദ്യമായി അരങ്ങത്തെത്തിയത്. തുടക്കത്തിൽ കടുത്ത വിമർശനങ്ങളെ നേരിടേണ്ടി വന്നെങ്കിലും കലയോടുള്ള അഭിനിവേശം കൊണ്ട് അവയെല്ലാം ഇവർ അതിജീവിച്ചു. പഠിക്കുന്ന കുട്ടികൾ മുതൽ വീട്ടമ്മമാർ വരെ ഉൾപ്പെടുന്ന ഈ സംഘം ഇതിനോടകം ഡൽഹി, ബാംഗ്ലൂരു തുടങ്ങിയ നഗരങ്ങളിലും തങ്ങളുടെ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞു. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ റിസർച്ച് ഫെലോഷിപ്പ് അടക്കം നിരവധി അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ കൂത്തുമാടങ്ങൾ കൂടി തങ്ങൾക്കായി തുറക്കപ്പെടണമെന്നാണ് ഈ കലാകാരികളുടെ പ്രധാന ആഗ്രഹം. കടൽ കടന്നും ഇവരുടെ നിഴൽ നാടകത്തിന് ക്ഷണങ്ങൾ എത്തുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.